ഷാരൂഖ് ഖാൻ രാജ്യദ്രോഹിയെന്ന് ബി.ജെ.പി. നേതാവ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് കളിക്കാരൻ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയതിനാണ് താരത്തിനെതിരെ പ്രതിഷേധം. ഉത്തർപ്രദേശിലെ മുൻ എം.എൽ.എ. സംഗീത് സിംഗ് സോമാണ് താരത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത്. देखिए, जिस तरीके से बांग्लादेश में आज हिंदुओं के साथ वहाँ अत्याचार हो रहा है, हिंदुओं का कत्लेआम हो रहा है, हिंदुओं को की बहन बेटियों के साथ बलात्कार हो रहा है, घर जलाए जा रहे हैं और ऐसी बहुत सी चीज़ें हो रही हैं जो यहाँ तक पता भी नहीं चल रही है। वहाँ भारत विरोधी नारे लगाए जा रहे हैं, भारत के प्रधानमंत्री को गाली दी जा रही है। उसके बावजूद शाहरुख खान जैसे गद्दार लोग, मैं इन्हें गद्दार इसलिए कह रहा हूँ कि इनके पास जो भी है आज भारत का दिया हुआ है, भारत की जनता का दिया हुआ है, लेकिन ये पैसा लगाते हैं कहाँ? जो देश भारत के खिलाफ काम कर रहा है उसके खिलाड़ी पे पैसे लगाएंगे, रहमान जैसे खिलाड़ी पे ही लगाएंगे। मैं शाहरुख खान जैसे लोगों को कहना चाहता हूं कि वो कामयाब नहीं हो पाएंगे इसमें, किसी भी कीमत पे वो यहाँ रहमान को खिला नहीं पाएंगे, ये एयरपोर्ट पार नहीं करा पाएंगे, एयरपोर्ट से बाहर कदम नहीं रख पाएगा रहमान। मैं तो कह रहा हूँ देशद्रोही हैं ये लोग, शाहरुख खान जैसे लोग देशद्रोही हैं और ये खाते भारत का है और गुण गाते हैं पाकिस्तान और बांग्लादेश के। ये दुर्भाग्यपूर्ण विषय है और भारत सरकार इस पर नज़र लगाए हुए है और इस पर आप निश्चित रहिए कि दुनिया में कहीं भी अगर हिंदुओं के साथ अत्याचार होगा तो हम सब लोग खड़े हैं और भारत की सरकार भी खड़ी है. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, IPL മത്സരങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. ബംഗ്ലാദേശ് താരങ്ങൾക്ക് നമ്മുടെ IPL-ൽ പങ്കെടുക്കുന്നതിന് ICC-യുടെയോ BCCI-യുടെ വിലക്കില്ല. ഇതിനിടയിലാണ് ഈ പ്രശ്നം. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇതിനു മുൻപേയും ഷാരൂഖ് ഖാനെതിരെ ഇത്തരം പ്രചരണങ്ങൾ വന്നിരുന്നു. ഇത്തരം ആളുകൾ പ്രധാനമായിട്ടും അവർക്കൊരു സ്വയം ഒരു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇക്കൂട്ടർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുൻപേ 2009 സമയത്ത് പാകിസ്ഥാൻ താരങ്ങളെ IPL-ൽ നിന്ന് വിലക്കിയതിനെ എതിർത്തുകൊണ്ട് ഷാരൂഖ് ഖാൻ സംസാരിച്ചിരുന്നു. ഈ പാകിസ്ഥാൻ കളിക്കാരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഷാരൂഖ് ഖാൻ പറഞ്ഞതിന് അന്ന് ശിവസേന താരത്തിനെതിരെ വലിയ രീതിയിൽ ശബ്ദമെല്ലാം ഉയർത്തി അദ്ദേഹത്തിൻ്റെ മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയ്ക്കെതിരെ ബോയ്ക്കോട്ട് വരെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു അധ്യായമാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഈ വരുന്ന 2026-ലെ IPL-ന് മുന്നോടിയായിട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മിനി താരലേലം, IPL മിനി താരലേലം നടന്നിരുന്നു. ഈ മിനി താരലേലത്തിൻ്റെ ഭാഗമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3 താരങ്ങളെയാണ് വാങ്ങിയത്. ഒന്നൊരു ഓസ്ട്രേലിയൻ താരം, മറ്റൊന്ന് ശ്രീലങ്കൻ താരം, പിന്നെ ഈ ബംഗ്ലാദേശി താരമായിട്ടുള്ള മുസ്തഫിസുർ റഹ്മാൻ. ഈ മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ്. ഇയാളെ 9.20 കോടി മുടക്കിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയത്. മാത്രമല്ല, ഈ വരുന്ന 2026 IPL-ൽ കരാർ ലഭിക്കുന്ന ഒരേ ഒരു ബംഗ്ലാദേശ് കളിക്കാരൻ കൂടിയാണ് മുസ്തഫിസുർ റഹ്മാൻ. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP-യുടെ ഉത്തർപ്രദേശിലുള്ള മുൻ MLA ആയിട്ടുള്ള സംഗീത് സിംഗ് സോം ഈ ഷാരൂഖ് ഖാനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതും വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ താരലേലത്തിൽ പങ്കെടുത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ CEO ആയിട്ടുള്ള വെങ്കി മൈസൂറും അതുപോലെ തന്നെ മറ്റൊരു ഉടമയായിട്ടുള്ള ജൂഹി ചൗളയുടെ മകളായിട്ടുള്ള ജാൻവി മെഹ്തയുമാണ്. അപ്പോൾ ഈ BJP MLA നിലവിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത് ഈ താരലേലത്തിലൊന്നും പങ്കെടുക്കാത്ത ഷാരൂഖ് ഖാനെതിരെ ആണ് എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഈ താരലേലത്തിൽ പങ്കെടുത്ത ഈ ജൂഹി ചൗളയുടെ മകളായിട്ടുള്ള ജാൻവി മെഹ്തയുണ്ട്. എന്നാൽ ജൂഹി ചൗളക്കെതിരെയോ അല്ലെങ്കിൽ ഈ വെങ്കി മൈസൂറിനെതിരെയോ യാതൊരുവിധ പ്രതിഷേധമോ എതിർ ശബ്ദമോ ആരും മുഴക്കിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റു ചില തീവ്ര അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.